മൂശെ നാലാം ഞായർ. മത്തായി 22:23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ദൈവശാസ്ത്രപരവും താത്വികവുമായ ഒരുപാട് ചിന്തകൾക്ക് രൂപം കൊടുക്കാവുന്നതാണ് ഇന്നത്തെ സുവിശേഷവും അതിൻ്റെ പശ്ചാത്തലവും. സദ്ദുക്കായരും ഈശോയും തമ്മിലുള്ള ഒരു സംവാദമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ചർച്ചാവിഷയം. സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ ഇവിടെ നിന്നും അല്പം പിന്നോട്ട് പോകണം. ഫരിസേയരും സദ്ദുക്കായരും എപ്പോഴും ഭരണപക്ഷത്തും അധികാരപക്ഷത്തുമുള്ളവരായിരുന്നു. അവരുടെ കണ്ണുകളിൽ കർത്താവീശോ പ്രതിപക്ഷത്താണ്. എന്നാൽ കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അവർ പ്രതിരോധിക്കുന്നതിനാൽ പ്രായോഗികമായി അവർ പ്രതിപക്ഷത്താണ്. അസംബ്ലിയിലും പാർലമെൻറ്റിലുമുള്ള സംവാദങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ ഇടയിലുള്ള വാഗ്വാദങ്ങളെ ഉപമാരൂപത്തിൽ താരതമ്യപ്പെടുത്തുവാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ഫരിസേയർ കർത്താവിനോട് ചോദിക്കുമ്പോൾ അവർ ഭരണപക്ഷത്താണ്. ഭരണാധികാരികളെ തള്ളിപ്പറയാതെയും ദൈവത്തെ ഒരു വിധത്തിലും അവഗണിക്കാതെയും ഇതിന് ഉത്തരം കണ്ടെത്തണമെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. സീസറിൻ്റേത് സീസറിനും ദൈവത്തിൻ്റേത് ദൈവത്തിനും കൊടുക്കുക. എന്നാൽ അത് ദൈവപക്ഷത്തു നിന്നുള്ള വിധിപ്രഖ്യാപനമായിരുന്നു. ദൈവകൽപ്പനകളായിരിക്കണം ദൈവത്തിനും സീസറിനും ഇടയിൽ പാലിക്കേണ്ട നീതിയെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയായിരുന്നു. യഹൂദരുടെ ഇടയിൽ സദ്ദുക്കായർ എന്നൊരു വിഭാഗവും ഉണ്ടായിരുന്നു. അവർ ദൈവപ്രമാണങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച് മാത്രമേ പ്രസക്തിയുള്ളൂ എന്ന് വാദിക്കുന്നവരായിരുന്നു. മരിച്ചവരുടെ ഉയർപ്പിനെ അവർ അംഗീകരിക്കാത്തതുകൊണ്ട് ദൈവത്തിന് മനുഷ്യജീവിതത്തിൽ അത്ര പ്രസക്തിയൊന്നുമില്ല. അവർ നിരീശ്വരവാദികൾ അല്ലെന്ന് മാത്രം. അവർ മരിച്ചവരുടെ ഉത്ഥാനമില്ല എന്ന് വാദിച്ചു തെളിയിക്കുവാൻ കൃത്യമായി സൃഷ്ടിച്ചെടുത്ത ഒരു കഥയുമായിട്ടാണ് കർത്താവിനെ സമീപിച്ചത്. അതുവഴി അവിടുത്തെ ഉത്തരം മുട്ടിക്കാമെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. അവർക്ക് ബൗദ്ധിക മേധാവിത്വമുണ്ട് എന്ന ബോധ്യത്തിലാണ് കർത്താവിനെ അവർ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ചോദ്യം കൊണ്ട് ഉത്തരം മുട്ടിക്കുവാൻ പരിശ്രമിച്ചത്. അതിനുവേണ്ടി അവർ 7 സഹോദരന്മാരെ മരിപ്പിക്കുന്നു. ഒരുവളെ തന്നെ 7 പേരുടെയും ഭാര്യമാരാക്കുന്നു. 7 സഹോദരന്മാരിൽ നിന്നും സന്താനമില്ലാതെ ഒടുവിൽ അവളും മരിക്കുന്നു. മരിച്ചവരുടെ ഉയർപ്പുണ്ടെങ്കിൽ നിത്യജീവിതത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ടി 7 പേരും അവകാശം ഉന്നയിക്കുകയില്ലേ? അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും? ഇതായിരുന്നു ഉയർപ്പിൽ വിശ്വസിക്കാതിരുന്നവരുടെ വാദഗതി. മറിച്ചുള്ള വാദഗതി കൊണ്ട് അവരെ ഉത്തരം മുട്ടിക്കുവാൻ കർത്താവിന് സമയമെടുക്കേണ്ടി വന്നില്ല. ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് എത്ര വികലവും ഉപരിപ്ലവവുമാണെന്ന് അവർക്ക് കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. വേദപുസ്തകത്തിലൂടെയുള്ള ദൈവിക വെളിപാട് അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നെന്ന് കർത്താവ് പറയുകയാണ്. അവിടുത്തെ വാക്കുകൾ കുറിക്കൊള്ളുന്നവയായിരുന്നു. കർത്താവിൻ്റെ തുടർന്നുള്ള വാക്കുകൾ താത്വികവും ദൈവശാസ്ത്രപരവുമായ ആഴങ്ങളും ഉൾക്കാഴ്ചകളും വെളിപ്പെടുത്തുന്നു. നമുക്ക് അവയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ ജീവനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ്. ഭൗതിക ജീവിതവും നിത്യജീവിതവും തമ്മിൽ നിത്യതയോളം അകലവും വ്യത്യാസവുമുണ്ട്. ഈ ലോകത്തിൻ്റെ വെറും തുടർച്ചയോ ആവർത്തനവുമല്ല നിത്യജീവിതം. വിവാഹത്തിലൂടെയും സന്താനോൽപാദനത്തിലൂടെയും കൈമാറാവുന്ന ജീവൻ ഈ ലോകത്തിലുള്ള ജീവൻ മാത്രമാണ്, ഈ ലോകത്തിൻ്റേത് മാത്രമാണ്. ഇഹലോക ജീവിതത്തിൽ മരണം സൃഷ്ടിക്കുന്ന ജീവിതത്തിൻ്റെ ഹ്രസ്വതയെ അതിജീവിക്കുവാൻ മക്കളെ വേണം. അതുവഴിയാണ് തലമുറകൾ തോറുമുള്ള ജീവൻ്റെയും സ്വത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഒക്കെ കൈമാറ്റം സാധിക്കുന്നത്. ഒരു റിലേ റേസിൽ ബാറ്റൺ കൈമാറുന്നത് പോലെ ചിലതെല്ലാം അടുത്ത തലമുറയ്ക്കായി മനുഷ്യന് കൈമാറാം. എന്നാൽ സ്വന്തം ജീവൻ അവിടെ അവസാനിക്കുകയാണ്. മരണം അതിന് വിരാമമിടുകയാണ്. എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ്റെ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഒരു പുതുജന്മം ആവശ്യമാണ്. അതിനെയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. പുനർജന്മത്തിൽ എങ്ങനെയായിരിക്കും ഒരുവന് ജീവൻ നിലനിർത്തുവാൻ സാധിക്കുന്നതെന്ന് കർത്താവ് തുടർന്നുള്ള വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ്. ഉത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ വിവാഹം ചെയ്തു കൊടുക്കുകയോ ഇല്ല. നിത്യതയിൽ ഇനിമേൽ ജനനവും മരണവും ഉണ്ടായിരിക്കുകയില്ല. ആരും ആർക്കും പിതാവും മാതാവും മക്കളും ആയിരിക്കുകയില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. എല്ലാവർക്കും നിത്യയൗവനമായിരിക്കുമെന്ന് പറയാം. അത് ഗ്രഹിക്കുവാൻ മനുഷ്യനിൽ ഭാവന ഉണരേണ്ടതുണ്ട്. കർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ അവർ മാലാഖമാരെ പോലെ ആയിരിക്കും. അവർ ആത്മാവ് വഴി ജീവിക്കും. ഉത്തിത ശരീരം ആത്മീയമായിരിക്കും. അത് അവർക്ക് തനിമയുടെ അടയാളവും അലങ്കാരവുമായിരിക്കും. എന്നാൽ ശരീരം വഴി ആയിരിക്കുകയില്ല അവർ ജീവിക്കുന്നത്. ജീവിതം നിത്യമാകണമെങ്കിൽ അത് ആർക്കും കൈമാറേണ്ട ആവശ്യമില്ല. അത് നിത്യം നിലനിൽക്കുന്നത് ദൈവത്തിലൂടെയാണ്. അവിടുന്ന് പിതാവും മാതാവുമായിരിക്കും. അവിടുന്ന് തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ കേന്ദ്രം, ഹൃദയം പോലെ. അങ്ങയിലൂടെയും ആയിരിക്കും മനുഷ്യൻ നിത്യം ജീവിക്കുന്നത്.
തുടരെയുള്ള കൈമാറ്റമല്ല നിത്യജീവിതം. എല്ലാം ദൈവത്തിന് കൈമാറിയിട്ടാണ്, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് മനുഷ്യൻ നിത്യജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അവിടെ ജീവനൊരു സമ്പാദ്യമല്ല, അതൊരു ദാനമാണ്. സ്വന്തമാക്കാവുന്ന സമ്മാനം തന്നെയാണ് ദൈവം. ദൈവവും മനുഷ്യനും പരസ്പരം സമ്മാനമായിത്തീരുന്ന, പരസ്പരം ഉള്ളിലായിരിക്കുന്ന നിത്യതയോളം നീളുന്ന അനുഭവമാണ് നിത്യജീവിതം. ഇവിടെ ഭൂമിയിൽ നമ്മൾ കേട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ള പ്രതീക്ഷയുടെ വാഗ്ദാനമാണ് നിത്യജീവിതം എന്ന് നമ്മൾ വിളിക്കുന്ന നിത്യജീവിതം, നിത്യസമ്മാനമെന്ന് വിളിക്കുന്ന നിത്യജീവിതം. ഭൗതികവും താൽക്കാലികവുമായ ജീവിതം മനുഷ്യൻ ഈ ലോകത്ത് കൈമാറുന്നത് ശരീരം വഴിയാണ്. അവയോടെല്ലാം കൂട്ടിച്ചേർക്കാവുന്ന സവിശേഷതയാണ് സമ്പാദ്യം അല്ലെങ്കിൽ പൊസഷൻ എന്നത്. സമ്പാദ്യം നമ്മുടെ സ്വന്തമാണ്, അത് നമ്മുടെ നേട്ടമാണ്. എന്നാൽ ജീവിതമെന്നത് നിത്യസമ്മാനമാണ്. ദൈവം തന്നെയാണ് ആ സമ്മാനം. പുനരുത്ഥാനമെന്ന അഗ്രാഹ്യമായ രഹസ്യത്തെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതുകൊണ്ട് അത് തള്ളിപ്പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് വ്യക്തമാക്കാൻ കർത്താവ് പറയുകയാണ്, ഞാൻ അബ്രാഹത്തിൻ്റെയും ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ്. തലമുറകളായി കടന്നുപോയ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവം തൻ്റെ നിത്യതയിൽ നിന്നും കാണുന്നത് മരിച്ചവരായിട്ടല്ല, ജീവിക്കുന്നവരായിട്ടാണ്. കർത്താവ് പറയുകയാണ്, അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുന്ന് അവരെ തന്നോട് ചേർത്താണ് അവർക്ക് നിത്യജീവിതം കൊടുക്കുന്നത്. ഭൗതിക ജീവിതത്തിന് പുനരുത്ഥാനത്തിലൂടെയുള്ള തുടർച്ചയുണ്ട് എന്ന് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അങ്ങനെ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം മിഥ്യയല്ല, സത്യമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. മിഥ്യയല്ല, സത്യമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. എന്താണ് ഇഹലോക ജീവിതവും നിത്യജീവിതവും തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും? ഇവിടെ ഭാവനയ്ക്ക് ഒരുപാട് സാധ്യതയും ആവശ്യകതയുമുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തെ പരാജയമായോ കാലഹരണപ്പെട്ടതായോ ഉപേക്ഷിക്കേണ്ടതായോ ആയി കരുതുന്നില്ല. നിത്യതയിൽ ജീവിതത്തിന് ശരീരബദ്ധമായ ഒരാഭിമുഖ്യമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. എന്നാൽ അതൊരു ഭാവനാചിത്രം മാത്രമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് ചക്രവാളത്തിൽ നിക്ഷേപിക്കുന്ന നിറങ്ങൾ സത്യമോ മിഥ്യയോ? രണ്ടും ശരിയല്ലേ? സൂര്യകിരണങ്ങളുടെ അനന്തമായ വിന്യാസ സാധ്യതയല്ലേ നമ്മൾ ചക്രവാളത്തിൽ കാണുന്നത്? അത് തമ്മിൽ ഉളവാക്കുന്നത് ആത്മീയ ചക്രവാളത്തിലെ ആന്തരികതയുടെ നിറപ്പകിട്ടാർന്ന ആവിഷ്കാരങ്ങളല്ലേ? സത്യവും മിഥ്യയും സന്ധിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ അനുഭവിക്കുന്നില്ലേ? നിത്യതയുടെ രഹസ്യം അങ്ങകലെയാണ്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യാത്മകതയാണ് നിറപ്പകിട്ടോടെ ആത്മീയ ചക്രവാളങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രം നീളുന്ന ഉൾക്കാഴ്ചയും വിദൂര ദർശനവുമാണ് സന്ധ്യാവേളയിൽ ചക്രവാളപ്പരപ്പിൽ നിറപ്പകിട്ടായി പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ഇരുട്ട് വരുന്നു. ജീവജാലങ്ങൾക്ക് ഉറക്കത്തിന് കിടക്കയൊരുക്കിയ ശേഷം യാമങ്ങളുടെ കാലച്ചോയുമായി പ്രകൃതി കൺമുമ്പിൽ നിന്നും മറഞ്ഞു പോകുന്നു. പിന്നെ തൻ്റെ പ്രിയപ്പെട്ടവരെ ഉണർത്തിക്കൊണ്ട് പ്രഭാതം കടന്നു വരുന്നു. ആവർത്തിക്കപ്പെടുന്ന വിസ്മയങ്ങളുടെ വിന്യാസം, അതാണ് പ്രഭാതവും പ്രദോഷവും, അതാണ് ദിവസങ്ങളുടെ തീർത്ഥയാത്ര, അതാണ് ജീവിതം. ആവർത്തനങ്ങളുടെ അന്ത്യത്തിൽ എവിടെയോ എപ്പോഴെങ്കിലുമോ നിത്യത കടന്നു വരുന്നുണ്ട്. ഒരു ധ്യാനത്തിലൂടെ മാത്രമേ ഈ ഒരു ദർശനം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ജീവിതം എന്നും എല്ലാ സ്റ്റേജിലും നിറപ്പകിട്ടാർന്നതാണ്. നിറം മങ്ങാത്ത ഒന്നാണ് ജീവിതം. നിറങ്ങൾ മാറി മാറി വരുന്നുവെന്ന് മാത്രം. ഈ ലോക ജീവിതം സന്ധ്യയുടെ കവാടത്തിലൂടെ കടന്നു പോകുന്നതും നിത്യത സാവകാശം ഉദയം ചെയ്യുന്നതും ദർശന വിഷയമാക്കുകയാണെങ്കിൽ മരണാനന്തര ജീവിതം എന്ത് എന്നും പുനരുത്ഥാനം എന്ത് എന്നുമുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവീശോ നൽകുന്ന നിത്യതയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഒരു മിന്നൽ പിടർ പോലെ പ്രകാശം പരത്തുന്നതാണ്. മാലാഖമാരെ നമ്മൾ ആരും തന്നെ ഭാവനയിലൂടെ അല്ലാതെ കണ്ടിട്ടില്ല. സ്വർഗത്തിൽ നമ്മൾ മാലാഖമാരെ പോലെ ആയിരിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ സ്വർഗവും സ്വർഗവാസികളും നമ്മുടെ ഭാവനാചിത്രത്തിൽ തന്നെ തുടരുന്നു. എന്നാൽ മാലാഖമാരെ പോലെ നമുക്ക് ആന്തരികതയിൽ അങ്ങോട്ട് പറഞ്ഞു ചെല്ലുവാൻ സാധിക്കും. ഒരു ഭാവനയിലൂടെ കൊതിപ്പിക്കുന്ന ഒരു ദർശനമാണ് കർത്താവീശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്കൊരുക്കുന്നത്. ഇന്നത്തെ വിചിന്തനങ്ങൾ പൂർത്തിയാക്കുവാൻ ഏതാനും വാക്കുകൾ കൂടി. ഈ ലോകവും പരലോകവും തമ്മിലുള്ള അകലം എങ്ങനെ അളക്കണം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷം. പുനരുത്ഥാനം മനുഷ്യന് മാത്രമുള്ളതല്ല, ഈ ലോകത്തിന് മുഴുവൻ കൂടി ഉള്ളതാണ്. ഈ ലോകം അങ്ങനെ അവസാനിക്കേണ്ടതല്ല. രൂപാന്തരീകരണത്തിലൂടെ അതിനും ഒരു തുടർച്ചയുണ്ടാകണം. സൃഷ്ടിക്ക് തന്നെ മരണത്തിൽ നിന്ന് മോചനമുണ്ടാകണം. അതിനുവേണ്ടി അത് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ വാക്കുകളിൽ സമസ്ത സൃഷ്ടിയുടെയും ഏറ്റവും ഉയർന്ന പ്രതിനിധിയാണ് മനുഷ്യൻ. ആരാണ് ദൈവം, ആരാണ് നമ്മുടെ ദൈവം എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനാണ് ദൈവം. അവിടുന്ന് നമ്മുടെ ജീവൻ്റെ ജീവനാണ്.
ഈ ബോധ്യത്തിലായിക്കാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ എത്തിക്കുന്നത്. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.